കാട്ടാനാക്രമണത്തിൽ ഒരു മരണം കൂടി സംസ്ഥാനത്തുണ്ടാകുന്നു. ചിന്നക്കനാൽ ചൂണ്ടലാണ് ഈ സംഭവം. പന്നിയാർ സ്വദേശി ജോസഫ് വേലുച്ചാമിയാണ് മരിച്ചത്. ഏലത്തോട്ടത്തിൽ വെച്ചാണ് കാട്ടാനാക്രമണം. വിവരങ്ങളുമായി രാഹുൽ വിജയം ചെയ്യുന്നുണ്ട്. രാഹുൽ, ഈ ഇത് ചക്കക്കൊമ്പൻ കാട്ടാനയാണ് എന്ന് കേൾക്കുന്നുണ്ട്, സ്ഥിരീകരിക്കുന്നുണ്ടോ? വനംവകുപ്പ് ആ പ്രദേശത്തേക്ക് എത്തുന്നതേ ഉള്ളൂ. നിലവിൽ അല്പസമയം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ഈ വേലുച്ചാമി ഈ പന്നിയാർ മേഖലയിൽ, ഈ പന്തരിക്കളം മേഖലയിൽ ഏലത്തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആ പ്രദേശത്ത് കാട്ടാന കൂട്ടവും ഉണ്ടായിരുന്നു. ഈ കാട്ടാന കൂട്ടം അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ആളുകൾക്ക് അങ്ങോട്ടേക്ക് പോകാനോ അല്ലെങ്കിൽ ഈ മൃതദേഹം അവിടുന്ന് മാറ്റാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും സങ്കടകരമായ കാര്യമാണ്. ആ പ്രദേശത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഈ ഘട്ടത്തിലുണ്ട്. കാരണം മുൻപ് പലതവണയും ഈ കാട്ടാന ശല്യം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം, ഈ കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നുള്ള ആവശ്യമായി നാട്ടുകാർ പലതവണ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ്. പക്ഷെ അതിനൊന്നും ഒരു ശാശ്വതമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിരുന്നില്ല എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സങ്കടകരമായ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷമൊക്കെ സമാനമായ രീതിയിൽ കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പിന്നീട് RRT കൂടുതൽ ശക്തമാവുകയും അവിടുത്തെ RRT കൃത്യമായി കാര്യക്ഷമമായി ഇടപെട്ട് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ ഒരു വീഴ്ച സംഭവിച്ചു. ഇന്നാണെങ്കിൽ പോലും ഈ പന്തടിക്കളം മേഖലയിൽ ഈ കാട്ടാനകളുണ്ട്, ചക്കക്കൊമ്പനുണ്ട് എന്നുള്ള വിവരം കൃത്യമായി തന്നെ ഈ RRT ടീം വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി ആളുകൾക്ക് സന്ദേശമായി നൽകിയിരുന്നു. എന്നിരുന്നാലും ഈ ജോലിക്ക് വേണ്ടി പോകുന്ന ആളുകൾ അത് മാറ്റിവെക്കാറുള്ളത് പതിവുള്ളതല്ല. ഏതെങ്കിലും വിധത്തിൽ ഈ ആളുകളുള്ള സ്ഥലത്ത് കാട്ടാനകൾ എത്തുകയാണെങ്കിൽ RRT സംഘം അവിടെ എത്തുകയും ആനകളെ തുരത്തുകയുമാണ് പതിവ്. പക്ഷെ ഇന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഒരു വ്യക്തത കുറവുണ്ട്. എന്തായാലും കാട്ടാന ആക്രമണത്തിൽ സംസ്ഥാനത്ത് ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. 56 വയസ്സുള്ള ജോസഫ് വേലുച്ചാമിയാണ് മരിച്ചത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആഷ്മി. ആം, രാഹുൽ, ഈ നേരത്തെ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ആ, സെപ്റ്റംബർ സമയത്തൊക്കെ 2024 സെപ്റ്റംബറിലൊക്കെ ആയിരിക്കണം, ഈ ബിയൽറാമിൽ സൗന്ദരരാജൻ എന്ന് പറഞ്ഞൊരു വയോധികനെ കൊന്നിരുന്നു. അതും ഈ ചക്കക്കൊമ്പൻ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ആഷ്മി, അതെ, ഈ ചക്കക്കൊമ്പന്റെ ആക്രമണത്തിലാണ് കഴിഞ്ഞ വർഷം ഉണ്ടായ മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. മറ്റ് ആനകളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. ഈ ചക്കക്കൊമ്പൻ അക്രമകാരിയാണ് എന്നുള്ളത് നാട്ടുകാർ പലപ്പോഴായിട്ട് പറയുന്നതാണ്. ഇതിനു മുമ്പും നമുക്കറിയാം, അരിക്കൊമ്പൻ മുതൽ പിന്നെ ഉണ്ടായിരുന്നത് മുറിവാലനായിരുന്നു, പിന്നെ ഉണ്ടായിരുന്നത് ചക്കക്കൊമ്പൻ. ഇങ്ങനെ 3 കൊമ്പന്മാരായിരുന്നു ഈ ചിന്നക്കനാൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നത്. അതിൽ അരിക്കൊമ്പനെ പിടിച്ചു മാറ്റിയിരുന്നു. പിന്നീട് മുറിവാലൻ ചെരിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അതിനുശേഷം ചക്കക്കൊമ്പൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതത്ര വലിയ പ്രശ്നമില്ലാതെ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വീണ്ടും അത് അക്രമകാരിയായി മാറുന്നു എന്നുള്ളത് സൂചനകൾ ലഭിച്ചിരുന്നതാണ്. അതിന്റെ പ്രത്യേക ശ്രദ്ധയും RRTയുടെ ഭാഗത്തു നിന്ന് ഈ ആനയുടെ മേൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ചക്കക്കൊമ്പൻ തന്നെയാണോ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നൊരു ഉറപ്പില്ല. ആ സൂചന മാത്രമേ ഉള്ളൂ. അവിടെ നിന്നുള്ള ആളുകളുടെ കൂടുതൽ പ്രതികരണങ്ങൾ ലഭ്യമായെങ്കിൽ മാത്രമേ അതിലൊരു സ്ഥിരീകരണം നമുക്ക് കൊടുക്കാൻ കഴിയൂ ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ആ മേഖലയിൽ കാട്ടാന കൂട്ടവുമുണ്ട്. ഈ പന്തളക്കളം മേഖലയിൽ ചക്കക്കൊമ്പൻ കാര്യമായ നാശങ്ങൾ ഈ ഈ വർഷം ആദ്യവും ഈ സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നുണ്ടായിരുന്നല്ലോ രാഹുൽ. ഇപ്പം 301 കോളനിയിൽ 2 വീട് തകർത്ത വാർത്ത ഇടയ്ക്ക് വന്നായിരുന്നു. എന്താ മറയൂർ ചിന്നാർ റോഡിൽ KSRTC ബസ്സിന് മുന്നിൽ കാട്ടാന എത്തിയ വാർത്ത നേരത്തെ വന്നിരുന്നു. അത് ഒരു കലിപുണ്ട് നടക്കുന്ന ഒരു കാട്ടാനയാണ്. ആ കാട്ടാന സ്വൈര്യവിഹാരം നടത്തി ഒരു മനുഷ്യജീവൻ കൂടി ചതച്ചരച്ചു എന്ന് കേൾക്കുന്നത് സങ്കടം, രാഹുൽ. പക്ഷേ തീർച്ചയായിട്ടും ഈ ചക്കക്കൊമ്പൻ ആദ്യം മുതൽ തന്നെ തുടക്കം മുതൽ തന്നെ നമ്മൾ ഈ വാർത്തകളൊക്കെ കൊടുത്തു തുടങ്ങുന്ന സമയം മുതൽ തന്നെ ഈ അക്രമകാരിയായിട്ടുള്ള ആനകൾ, അല്ലെങ്കിൽ ആ മേഖലയിലുള്ള ആനകളിൽ ഏറ്റവും പ്രശ്നക്കാരി ചക്കക്കൊമ്പനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാതെ നമ്മൾ വാർത്ത കൊടുത്തിരുന്നതാണ്. ആളുകളും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആളുകളും ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യം അരിക്കൊമ്പനെ പിടിച്ചു മാറ്റുന്നതിനൊപ്പം ചക്കക്കൊമ്പനെയും മാറ്റേണ്ടതുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ വീടുകൾ തകർക്കുന്നതും അതുപോലെ തന്നെ ആളുകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുള്ളതും ആളുകളെ കൊല ചെയ്തിട്ടുള്ളതും ചക്കക്കൊമ്പനാണ് എന്ന് നാട്ടുകാർ പലപ്പോഴായിട്ട് പരാതി ഉന്നയിച്ചിരുന്നതാണ്. എന്തായാലും അതിലൊരു നടപടി, അല്ലെങ്കിൽ ഈ ആനയെ തുരത്തുന്നതിനോ അല്ലെങ്കിൽ ഈ വനമേഖലയിലേക്ക് കയറ്റി വിടുന്നതിനോ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എന്തായാലും ഈ അക്രമം നടത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ചക്കക്കൊമ്പനാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. സ്ഥിരീകരിക്കാൻ കഴിയില്ല. പക്ഷേ സങ്കടകരമായ വാർത്തയാണ്. ഇടുക്കിയിൽ ഒരു ജീവൻ കൂടി പൊലിയുന്നു കാട്ടാനാക്രമണത്തിൽ. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം അല്ലെങ്കിൽ ഏകപക്ഷീയമായ വന്യജീവി ആക്രമണങ്ങൾ പൊലിയുന്ന മനുഷ്യന്മാരുടെ
ആ ചോരപ്പട്ടിയെ അറുതിയില്ല എന്നുള്ള ഇടുക്കിയിൽ നിന്ന് വരുന്ന വാർത്ത. കാട്ടാൻ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ചക്കക്കൊമ്പൻ തന്നെയാണ് എന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം. അത് സ്ഥിരീകരിക്കട്ടെ. എന്തായാലും സ്ഥലത്ത് തമ്പടിച്ച് വലിയ കാട്ടാനക്കൂട്ടങ്ങൾ നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനും രാഹുൽ വിജയനോട് ചോദിക്കുകയും ചെയ്യാം. ഈ കൊല്ലപ്പെട്ട ആളുടെ ബാക്കി കാര്യങ്ങൾ, കുടുംബ പശ്ചാത്തലം, ഒക്കെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ഉണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.